മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വഖഫ് ബോർഡിന് വേണ്ടി 404 ഏക്കർ പൊതുമുതൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം വഖഫ് ബോർഡും തമ്മിലൊരു വലിയ കൂട്ടുകൊള്ള അരങ്ങിൽ ഒരുങ്ങുന്നു. മറ്റൊരു സ്ഥലത്ത് മുനമ്പത്തിന് പകരം മറ്റൊരു പൊതുമുതൽ വഖഫിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിലുള്ള ഒരു കൊള്ള അരങ്ങിലൊരുങ്ങുന്നു എന്ന് കൃത്യമായിട്ട് BJP നേതാവ് ഉല്ലാസ് ബാബു രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഉല്ലാസ് ബാബു മാത്രമല്ല, BJPയുടെ നിരവധി നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നു, വഖഫ് ബോർഡിന് വേണ്ടി വലിയൊരു കൊള്ള അരങ്ങിൽ ഒരുങ്ങുന്നു. മുനമ്പത്ത് നിലവിൽ 137 ഏക്കറേ ഉള്ളൂ, 100 ഏക്കറേ ഉള്ളൂ. ബാക്കി കടലെടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. എന്നാൽ വഖഫ് ബോർഡ് 404 ഏക്കർ ഭൂമി മുനീബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ഇതൊരു വലിയ കൊള്ളക്കും കൂടിയാണ് അരങ്ങിൽ ഒരുങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് BJP നേതാക്കന്മാരെ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ അതിവിടെ കൊടുക്കാം. ഒരു കാര്യം എടുത്തു പറയാ, മുനമ്പം ഉൾക്കൊള്ളുന്ന പ്രദേശമായിട്ടുള്ള വൈപ്പിൻ മണ്ഡലത്തില് BJPക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. BJPക്ക് വോട്ട് ലഭിച്ചിട്ടില്ല. ആ ഇലക്ഷൻ സമയത്ത് നമ്മളൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വൈപ്പിൻ മണ്ഡലത്തില് പറയുന്നു BJP പ്രതിനിധികളെ വിജയിച്ചാലേ ഇതിന് വലിയ രീതിയിലുള്ള ഒരു പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് ബോധവും വിവരവുമുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവിടെ BJPക്ക് വോട്ട് കിട്ടിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ. എന്നിട്ട് പോലും BJP നേതാവൊക്കെ ഇതിന്റെ പറയാക്കി വഖഫ് ബോർഡ് ഒരു കൊള്ള പോലെ ഒരു അരങ്ങിൽ വലിയൊരു കൂട്ടുകൊള്ള നടക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് വാചകടാവ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ ഇതിന്റെ പുറകിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്? അപ്പോൾ ജനങ്ങളെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തത് ഈ പൊതുസമൂഹത്തിനോട് കൃത്യമായിട്ടുള്ള പറ്റിക്കലാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾ വിളിച്ചു പറയില്ലേ? അത് വിളിച്ചു പറയുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മഞ്ജുഷ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ആയിട്ട് ശാലിൻ ദേവൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് UP-യിൽ യോഗി ആദിത്യനാഥ് ഇവർ അനാവശ്യമായിട്ട് ഈ കയറ്റിയിട്ട സാധനങ്ങളെ കലക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അത് റദ്ദ് ചെയ്തല്ലോ, അതുപോലെ ഇവിടെയും ചെയ്യൂലേ? ചെയ്യും മഞ്ജുഷ, അത് ആവശ്യം വരികയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കാര്യം ഞങ്ങൾക്ക് വോട്ടും ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ ജയിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇത് വിഷയം രാഷ്ട്രീയമല്ല, ഇത് ജനകീയമായിട്ടൊരു വിഷയമാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഇവരോട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചവർ വോട്ടും തന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി ഇതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം, അത് ബഹുമാനായിട്ടുള്ള സ്റ്റാലിൻ ദേവദാസ് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ തൊട്ടപ്പുറത്തേക്ക് മുജീബ് റഹ്മാൻ ആ സൂത്രം അറിയുണ്ടാവും. എന്താണെന്നറിയോ, ഇതിനകത്തൊരു വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് മുസ്ലിം ലീഗും ജമാഅത്തും മുഖ്യമന്ത്രി സതീശനും അടക്കുന്നുള്ള ഡീലാ. ആ ഡീൽ എന്താണെന്നറിയോ, 400 ചില്ലറ ഏക്കറാണ് ഇവരുടെ ക്ലെയിം. അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട്. അത് ഭാവിയിൽ നോക്കിക്കോ, നമുക്ക് ചർച്ച ചെയ്യേണ്ട സാധനം അത്. ഇത് ഇവിടെ 120ഓളം ഉള്ളൂ, ബാക്കി മുഴുവൻ കടലെടുത്ത് പോയി. അപ്പൊ ഇവരിപ്പോൾ ഈ അഭ്യാസം കളിച്ച് ഇത് ഒരു നിയമത്തിന്റെ നൂലാക്കുടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മീഡിയേഷൻ ഉണ്ടാക്കും, ഇവർ ചർച്ച ചെയ്യും. അങ്ങനെ സംഘടനകളുമായിട്ട് യുദ്ധം വെട്ടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് കാസർഗോഡോ മറ്റ് സ്ഥലങ്ങളിലോ സർക്കാരിന്റെ ഒരു 100-400 ഏക്കർ സ്ഥലം ഇവർ അങ്ങോട്ട് എഴുതിയെടുക്കാനുള്ള സൂത്രക്കെട്ടിലേക്കാണ് അടുത്ത വണ്ടി പോകുന്നത്. ആ രാഷ്ട്രീയം കൂടി മഞ്ജുഷ നിങ്ങൾ കേട്ടില്ലേ? BJP നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. മുനമ്പത്ത് 106 ഏക്കർ മാത്രമാണ് പറയുന്ന ഭൂമിയുള്ളത്. അത് വഖഫിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ഡോക്യുമെന്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരന്തരം വിളിച്ചു പറഞ്ഞ് സമരത്തിലാ. അതിൽ അധികമായിട്ട് അനാവശ്യമായിട്ട് അവകാശം പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് രംഗത്തെത്തി. എന്നിട്ട് 404 ഏക്കർ, അവിടെ അത്രത്തോളം ഭൂമിയില്ല, എന്നിട്ട് 404 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇതൊരു ഡീലിന് വേണ്ടിയാണ്. ആ ഡീല് എന്ന് പറയുന്നത് ഇതൊരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോ UDF ഒക്കെ എത്തും, എന്നിട്ട് ഇത് ഇവിടേക്ക് കൊടുക്കട്ടെ, ഇത് മുനമ്പം ജനതക്ക് പോകട്ടെ, പക്ഷെ അതിന് പകരം നമുക്ക് വഖഫ് ബോർഡിന് വേണ്ടി ഒരു 404 ഏക്കർ പൊതുമുതൽ ഞങ്ങൾ അപ്പുറത്ത് കൊടുത്തുകൊള്ളാം എന്ന ഒരു ഡീലിലേക്ക് UDF-ഉം മുസ്ലിം ലീഗ് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഒരു കൂട്ടുകച്ചവടം അരങ്ങിൽ ഒരുങ്ങുന്നു എന്ന BJP നേതാവ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ലളിതമായിട്ട്
ഇതൊക്കെ നടക്കാൻ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? വളരെ വ്യക്തമായിട്ട് BJP നേതാവ് ഒരു കാര്യം എടുത്തു പറയുന്നു. മുനമ്പത്ത് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല, ഐപ്പിൻ മണ്ഡലത്തിൽ വോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അന്നും ഇന്നും നീതിക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണ്. ഇത് ഈ BJP നേതാവിന്റെ ഈ നിലപാട് കേരള ജനത ഒന്നടങ്കം കാണും. വിവേകവും ബോധവുമുള്ള സകല മലയാളികളും ഇതിന് കൈയടിക്കും. വോട്ടിനു വേണ്ടിയല്ല BJP നിലപാടെടുക്കുന്നത്, നീതിക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്കൊപ്പമാണ്, സാധാരണക്കാർക്കൊപ്പമാണ് BJP നിലപാടെടുക്കുന്നത് എന്ന് കേരള ജനത ഒന്നടങ്കം തിരിച്ചറിയാ. ഇത് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല, ഞങ്ങൾ ഇത് നോക്കുന്നില്ല എന്നല്ല BJP പറയുന്നത്. ഞങ്ങൾക്ക് അവിടെ വോട്ട് കിട്ടിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞങ്ങൾ നീതിക്കൊപ്പമാണ്. ഇവിടെ മറ്റൊരു കൊള്ള നടക്കാൻ പോകുന്നു. എത്ര സുന്ദരമായിട്ടാണ് ജനങ്ങൾക്കൊപ്പം BJP നേതാവ് നിലകൊള്ളുന്നത്, BJP നിലകൊള്ളുന്നത്. സകല ആളുകളും തിരിച്ചറിയണോ? യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, അവിടെ വഖഫുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ അവസാനിപ്പിച്ചോ? നട്ടലുള്ള ഒരു ഭരണാധികാരിയാ യോഗി ആദിത്യനാഥ്. സാധാരണക്കാരന്റെ സ്വത്തിൽ അവകാശം പറയാൻ ഇവിടെ ഒരാൾക്കും, ഒരു പ്രമാണിമാർക്കും ഒരു അവകാശമില്ല. അത് കൃത്യമായിട്ട് ഉത്തർപ്രദേശിൽ നടത്തി. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അത് നടപ്പിലാക്കി. UDF ഭരിക്കുന്ന കേരളത്തിൽ 10 മിനിറ്റ് കൊണ്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് 10 മിനിറ്റും കഴിഞ്ഞ് 10 ദിവസവും കടന്ന് കുറച്ച് കഴിയുമ്പോൾ ബാക്കി പറയാം. സകല മലയാളികൾ തിരിച്ചറിയ UDF ഒക്കെ ഇവിടെ എന്തോ ഒരുക്കുകയാണ്. ഇതിന്റെ മറവിൽ പലതും ചെയ്യാൻ ജനങ്ങൾക്ക് ഇത് സ്പോട്ടിൽ ഈ പറയുന്ന അധികാരത്തിലേക്ക് UDF എത്തിയ ഉടനെ തന്നെ വഖഫ് ബോർഡ് ഇടതിൻ്റെതാണെങ്കിൽ പിരിച്ചുവിടണ്ടായിരുന്നോ? അത് ചെയ്തിട്ടില്ല. ഇത് തന്ത്രപരമായിട്ട് ഇടതും UDF കൂടെയുള്ള കൂട്ടുകച്ചവട. ഒരു തർക്കമില്ലാത്ത വിഷയ. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല UDF നിലകൊള്ളുന്നത് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണ. മുൻപുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമര നേതാക്കന്മാരോട് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന സകലരോടും, നിങ്ങൾ അന്ധമായിട്ട് UDF വിശ്വസിച്ചോ? അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയെങ്കിലും തിരിച്ചറിയാ. ഈ വിഷയത്തിൽ BJPക്ക് മാത്രമേ നീതി കൊണ്ടുവരാൻ സാധിക്കൂ. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉള്ള ഒരു സർക്കാർ സംവിധാനത്തിന്, ഒരു മുന്നണിക്ക് നിങ്ങളൊക്കെ എങ്ങനെയാണ് അത് UDF പരിഹരിക്കുമെന്നൊക്കെ കരുതുന്നത്? അതൊരിക്കലും നടക്കാൻ പോവാത്തൊരു കാര്യ. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കിപ്പോക്ക് എന്ന് പറയുമ്പോൾ വഖഫിന് കണ്ടമാനം സ്ഥലം അവർ എഴുതിയെടുക്കും. അത് കൊള്ളയാ, ഉതർക്കില്ലാത്ത വിഷയ. ഇല്ലാത്ത ഒരു സ്ഥലത്തിന്റെ പേരിൽ മറ്റൊരു സ്ഥലം കൊടുക്കുന്നു എന്നൊരു ചർച്ച ഇപ്പോ ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് വരുന്ന ആളുകളിൽ അതൊക്കെ തന്നെയായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്, മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുനമ്പത്ത് വോട്ട് കിട്ടാഞ്ഞിട്ടും BJP സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുന്നു. മുനമ്പത്തെ ജനത അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് UDFനെ അങ്ങ് അന്ധമായി വിശ്വസിച്ചത്. ഇനിയെങ്കിലും തിരിച്ചറിയാ, UDF ഒരിക്കലും ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സാധാരണക്കാർക്ക് നീതി കിട്ടണമെങ്കിൽ BJP ജനപ്രതിനിധികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായേ പറ്റൂ. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വഖഫിന്റെ ഒക്കെ വിഷയത്തിൽ മറ്റെന്തെങ്കിലും ഒരു റിസൾട്ട് UDF ഉണ്ടാക്കും ഒരിക്കലുമില്ല. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെയൊന്നും പിണക്ക് ഈ പറയുന്ന UDF ഒരടി മുന്നോട്ട് വെക്കില്ല എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക.